അവിടെയാണ് ഞാൻ കോടതിയിൽ ഒരു തവണ ശബ്ദമുയർത്തി സംസാരിച്ചു എന്നുള്ള ശരിയാണ്. അത് ഞാൻ ചെയ്തത് തെറ്റുമാണ്, ശരിയല്ല. അവിടെ നിൽക്കുന്ന പ്രോസിക്യൂട്ടർ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ്. ഞാൻ പറയാത്ത കാര്യം അയാൾ കോടതിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ നിമിഷം പ്രോസിക്യൂട്ടർ മാറ്റി. അല്ല, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അങ്ങനെയുള്ള തരത്തിൽ നടന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോടതിയിലെ റിപ്പോർട്ടേഴ്സിനോട് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് അവിടെ പ്രോസിക്യൂട്ടർ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് ചില മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ജാമ്യം കിട്ടും, അതാണ് ലീഗൽ പോയിന്റ്. അതൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും, സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്, ഇതാണ് വായിച്ചുകൊണ്ടത്. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു, കാര്യം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ സൗണ്ട് ഉയർത്തി പറഞ്ഞു ഇയാൾ പറയുന്ന കള്ളമാണ്, കോടതി അത് ശ്രദ്ധിക്കണമെന്ന്. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി. അല്ല, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ പറയുന്നതിനേക്കാൾ മോശം ശരിയല്ലാത്ത കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നത്. ചാനൽ ചർച്ചകളിൽ കൈയടി കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ വന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ. അതൊക്കെയാണ് കോടതി പറയുന്നത്. കോടതി എന്ത് ചെയ്യും? കീഴ്ക്കോടതികൾ എസ്പെഷ്യലി റിസ്ക് എടുക്കില്ല. 3-4 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കും. 3-4 ദിവസം കഴിയുമ്പോൾ പ്രോസിക്യൂട്ടർ പറയും ഞാൻ നാളെ ലീവാണ്, അപ്പൊ ശനി ഞായറും ആവും, അടുത്ത ആഴ്ച വെക്കട്ടെ എന്ന് പറയും. അടുത്ത ആഴ്ച വാദം വെക്കും, 10 ദിവസം കിടക്കും, 11 ദിവസം കിടക്കും. എന്നിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ എന്താവും? ജീവിതകാലം മുഴുവനും മോശക്കാരനാവും. നിങ്ങൾ ഇത്രയും, ഞാൻ എൻ്റെ കേസും കൂടെ വെച്ച് ചോദിക്കാം. മറ്റേ അതിജീവിതയെ അധിക്ഷേപിച്ചു, അതിജീവിത അല്ല, അത് മറ്റൊരു കാര്യം പോട്ടെ, ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താ അധിക്ഷേപം എന്ന് എവിടെങ്കിലും പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്താണ് അധിക്ഷേപം നടത്തിയത്? എന്തെങ്കിലും അധിക്ഷേപത്തിന്റെ ഒരു വാക്ക് വേണ്ടേ, അല്ലെങ്കിൽ കാര്യം വേണ്ടേ? അങ്ങനൊന്നുമില്ല, അധിക്ഷേപിച്ചു. ഇത് സ്ത്രീകളെ പറ്റിക്കലാണ്, ഇത് മീഡിയയെ പറ്റിക്കലാണ്. കാര്യം മീഡിയക്കാർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുമെന്ന് അവർക്കറിയാം. സൈബർ അധിക്ഷേപം നടത്തി. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ശരിക്കും മീഡിയക്കാരെ ദുരുപയോഗം ചെയ്യുകയാണ്. ഈ കേസിലോ വേറൊരു കേസിലോ ഇങ്ങനെ കള്ളത്തരം മീഡിയ ഉപയോഗിച്ച് പ്രൊപ്പൽ ചെയ്ത് കോടതിയുടെയും പൊതുജനങ്ങളുടെയും മൂഡ് സെറ്റ് ചെയ്യുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും കൂടി പറയാനാണ്, തന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ ഭാഗികമായി സമ്മതിച്ചു. ഇന്നലെ SIT ചില മാധ്യമങ്ങൾ ഉപയോഗിച്ച് കൊടുത്ത വാർത്തയാണ്. എന്താണ് ഈ ഭാഗികമായി സമ്മതിക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ ഞാൻ തന്ത്രിയുടെ വീട്ടുകാരോട് സംസാരിച്ചു, അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഭാഗികമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഗുണം എന്താ അറിയാമോ? ഭാവിയിൽ സംഭവിച്ചില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഭാഗികമായി സംഭവിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്തൊരു കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു മടിയും മയോ ഇല്ലാത്ത കള്ളത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഈ വിഷയത്തിന്റെ കൂടെ പറയുന്നേ ഉള്ളൂ. ഇപ്പം കടകംപള്ളി എല്ലാവർക്കും അറസ്റ്റ് ചെയ്യണം. എന്താണ്, ഞാൻ സ്ഥിരം പറയാറുണ്ട്, കടകംപള്ളി വിശ്വാസികൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാനായി ആക്ടിവിസ്റ്റുകളും സ്ത്രീ വിശ്വാസികളും വേറെയാണ്. അതുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ കയറേണ്ടെന്ന് പറഞ്ഞ് ആരോരും ഇല്ലാത്ത സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. സുപ്രീം കോടതി വിധി തെറ്റാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ കാണിച്ച ഏക മനുഷ്യൻ, കോൺഗ്രസിലും BJPയിലും CPMലെ ഏക നേതാവ് കടകംപള്ളി സുരേന്ദ്രനാണ്. ചില 1-2 മീഡിയകൾക്ക് എങ്ങനെങ്കിലും കടകംപള്ളിയെ, മുഖ്യധാരാ മീഡിയകൾക്കാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം, ബാക്കി 2-3 പേർക്ക് തന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. നിങ്ങൾ മീഡിയക്കാരെ ഉപയോഗിച്ച് നെറേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ്, കഥ ബിൽഡ് ചെയ്യുകയാണ്. SIT ആ കഥയ്ക്കനുസരിച്ച് പോവാൻ. ഞാൻ പറഞ്ഞത്, ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള SITക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ പോലീസുകാരുടെ ദുരവസ്ഥ നിങ്ങൾക്ക് ഓർത്തുകൂടെ?